വെരി വെരി ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 340 പോയിൻ്റ് അപ്പാണ്. ഏകദേശം മാർക്കറ്റ് ഈ സമയം നോക്കുമ്പോൾ തന്നെ 340 പോയിൻ്റ് അപ്പാണ്. അപ്പോൾ ബേസിക്കലി ഇഷ്യൂസൊക്കെ ഒരുമാതിരി കോംപ്രസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വന്ന 18 പോയിൻ്റ് നമ്മുടെ ജി എസ് ടി കുറയ്ക്കാൻ പോകുക എന്നുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടി പറയണമെന്നുള്ളൂ. GST കുറയ്ക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോൾ GST ഏകദേശം 65% ഗുഡ്സുകളുടെയും ഒരു 18.5 നിൽക്കുമ്പോൾ അത് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാം 12% ഓർ 12%ലേക്കായിരിക്കും, അല്ലെങ്കിൽ അത് 5%ലേക്ക് മാറും. ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്കറിയാലോ, കൺസപ്ഷൻ കൂടും. ആ കൺസപ്ഷൻ്റെ കൂടുതലാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ കൺസപ്ഷൻ കൂടുമ്പോൾ എന്തൊരു ബെനിഫിറ്റ് കമ്പനികൾക്ക് കൂടും. അപ്പോൾ കമ്പനികൾക്ക് ബെനിഫിറ്റ് കൂടുമ്പോൾ എന്ത് പറ്റുമെന്നുണ്ടെങ്കിൽ കമ്പനികളിലെ ഇപ്പോൾ അമേരിക്കയായിട്ടുണ്ടായിരുന്ന ലോസുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് ഉണ്ടായിരുന്ന ഈ മൂല്യത്തകർച്ചകളും കുറേയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മളൊരു മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ല കൊല ടാക്സാണ്. ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോകത്ത് ഇത്രയും കൂടുതൽ ടാക്സ് മേടിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇന്ത്യ വളരെയധികം ചേഞ്ചസ് വരുത്താൻ ടാക്സ് കുറവുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ഇത് നമ്മളെ എല്ലാ മേഖലയിലും ബാധിക്കുന്നു. ഹോട്ടൽ തൊട്ട് സോപ്പിനെ വരെ ബാധിക്കും. അപ്പോൾ ഇത്രയും ടാക്സ് കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്, ചൈനേനെ ഒരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇടുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നമുക്ക് കുറേയധികം തടയാൻ പറ്റും. പിന്നെ രണ്ടാമത് ചിപ്പ് അങ്ങനത്തുള്ള ഐറ്റംസുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ പോകുന്നു. അത് ഈ ഡിസംബറിൽ തന്നെ ചിപ്സുകളൊക്കെ നമ്മൾ ഇലക്ട്രോണിക് ചിപ്സുകളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കും എന്ന് പറയുന്നത് ബേസിക്കലി പോസിറ്റീവ് മൂവ്മെൻറ്റായി. അപ്പോൾ ഇന്ത്യ ഒരു കാര്യം കൂടി തീരുമാനമായി. അടുത്തൊരു തീരുമാനം കൂടി വേറെ അധികം പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 4 കൊല്ലം ട്രംപ് ഉണ്ടാവും. ഈ ട്രംപുമായിട്ട് നമ്മൾ യോജിച്ച് പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ള കാര്യം കൺഫേമാണ് തീരുന്നത്. ഞാൻ ട്രംപ് നമുക്കിട്ടുള്ള വെച്ച പണി വലിയ ഫ്രണ്ട്സാണെന്നും പറഞ്ഞ് നമുക്കിട്ടൊരു വലിയൊരു പണിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ട്രംപിൻ്റെ 4 കൊല്ലവും നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കുന്നില്ല ഗവൺമെൻറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താ പറയുക, ഇവിടെ കൺസംഷൻ കൂട്ടുക എന്നുള്ളത്. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ അമേരിക്കയുടെ GDP 2% GDP കുറഞ്ഞു വെച്ചിട്ടൊന്നല്ല. ഇനി എന്തായാലും വേൾഡിൽ നിന്നുള്ള ഈ സഹായങ്ങൾ, ഓയിൽ ഒഴിച്ച് മറ്റുള്ള സഹായങ്ങളൊക്കെ മാറ്റി നിർത്തി ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി, ഈ ഒരു സത്യം പറഞ്ഞാൽ ട്രംപായിട്ടുണ്ടാക്കിയ ഒരു പ്രശ്നം, ട്രംപിൻ്റെ ഒരു തീരുമാനം കൊണ്ട് നമ്മൾ ഇപ്പോഴാണ് തലയ്ക്ക് വേളി കയറിയത്. നമുക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നത് കേട്ടു. ജെറ്റ് ഫ്ലൈറ്റിൻ്റെ എൻജിൻ വരെ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസാണ്. കാരണം നമുക്ക് ആവുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആ ഗുഡ് ന്യൂസ് വന്നതാണ് ഇത്രയും വലിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത്. കാരണം ഇനി ഇവിടെ രണ്ടാമതൊരു പ്രശ്നം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യം പോലെ വന്നിരുന്ന ഈ GST എമൗണ്ട് അത് കുറച്ച് കുറവാകും. ഓക്കെ, അത് കുറവാകൊണ്ട് ഇവിടെ ഇപ്പം ജനങ്ങൾക്ക് വലിയ വിഷമങ്ങളൊന്നുമില്ല. കാരണം ജനങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും വലിയ മെച്ചങ്ങൾ പ്രത്യേകിച്ച് കിട്ടാത്തതുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ലാഭങ്ങളൊക്കെ അത് നമുക്ക് ലോ ലെവലിലെ ആൾക്കാർക്ക് ഈ രീതിയിൽ കിട്ടുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇനി നെഗറ്റീവിലേക്ക് വരാം. അടുത്തത് ന്യൂസ് നെഗറ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രംപും പുട്ടിനായിട്ടുള്ള മീറ്റ് ഫെയിൽഡായിരുന്നു. അപ്പോൾ അടുത്തൊരു മീറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നു പറയുന്നു, അതൊക്കെ. പക്ഷേ ഇന്ന് വൈകുന്നേരം സെലൻസ്കി ആയിട്ടുള്ള മീറ്റും വളരെ പ്രധാനമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നാറ്റോ സഖ്യങ്ങളുടെ മീറ്റിംഗ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് വാഷിങ്ടണിൽ. ഒപ്പം തന്നെ ട്രംപ് സെലൻസ്കി ആയിട്ടുള്ള ഇന്ന് മീറ്റിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മീറ്റിങ്ങിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വരുന്നതെങ്കിൽ അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഹെവി പോസിറ്റീവ് ന്യൂസ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റ് കയറുമ്പോൾ ഇന്ത്യ മാറി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഷെയർ മാർക്കറ്റിൽ ഇന്നൊരു കറക്ഷനോ അല്ലെങ്കിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് വളരെയധികം ചാൻസ് ഉണ്ട്. വളരെയധികം ചാൻസ് ആണ്. ഇന്നത്തെ 200 പോയിൻ്റ് അപ്പായി കഴിഞ്ഞു, ഇന്നൊക്കെയുള്ള അപ്പാവും കഴിഞ്ഞു. നാളേക്കും കൂടി മാർക്കറ്റ് അപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നെഗറ്റീവ് ട്രേഡ് ചെയ്തവരെ സംബന്ധിച്ച് ഭയങ്കര മോശമാവും. ഒന്ന്, ക്രൂഡ് ഓയിലിൻ്റെ വിലയും താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗോൾഡ് മാത്രമാണ് സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ. അതിൽ പോലും അപകടം നിൽക്കുന്നുണ്ട് ഗോൾഡ് മുകളിൽ ബൈ ചെയ്തവരെ സംബന്ധിച്ച്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കേസ് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഗുഡ് ന്യൂസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. 2,
ഈ ഗുഡ് ന്യൂസ് വന്ന് ഇന്ത്യയായിട്ട് കോംപ്രമൈസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയായിട്ട് സംഭവിച്ചത് ഇന്ത്യയായിട്ട് സോഫ്റ്റ് ടേണിങ്ങിൽ പോവുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പറഞ്ഞ ഓഫറുകൾ 5% ഓഫറുകൾ എല്ലാ സെക്ടറിലും വരണമെന്നില്ല. ഞാൻ പറഞ്ഞത് 65% പ്രൊഡക്റ്റുകളിൽ സെലക്ഷനായി തുടങ്ങും. പിന്നെ സെലക്ഷൻ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ സിമൻറ്റ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ മുമ്പിൽ കണ്ണി പൊടിയിട്ടാനുള്ള കാര്യങ്ങളിട്ടാലും അവിടെ സെൽ ഓഫ് വരും. പക്ഷേ ഇതിൻ്റെ അറിവ് കിട്ടണമെങ്കിൽ നമുക്ക് അടുത്ത മാസം 18-ാം തീയതി 20 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ 18-ാം തീയതി കണ്ടായിട്ടാണ് ഏകദേശം ഞാൻ പറഞ്ഞു കേട്ടോ. 18-ാം തീയതി ആയിട്ടാണ് ഈ മീറ്റ് നടക്കുന്നത്. ഇത് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള GST മീറ്റിംഗ് വരുന്നത്. അപ്പോൾ GST മീറ്റിംഗ് അപ്പോൾ ഈ കേസ് സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബർ, എനിക്ക് തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റാണ്, ഒക്ടോബർ നവംബർ ആയിട്ടാണ് നമ്മുടെ ദീപാവലി വരുന്നത്. അപ്പോൾ ദീപാവലിക്കാണ് ഗുഡ് ന്യൂസ് പറയണേ. അപ്പോൾ അതിന് 2 മാസം സമയമുണ്ട്. 2 മാസം. അപ്പോൾ ഈ GST ബില്ല് വരുന്നുള്ള 2 മാസം കാത്തിരിക്കേണ്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ച് അകലെയാണ്. ദീപാവലിക്കാണ് നീട്ടിട്ടിരിക്കണേ. അപ്പോൾ ഈ സന്തോഷത്തിന് ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സന്തോഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 days മാത്രമേ ഈ ദീപാവലി സന്തോഷം അല്ലെങ്കിൽ ദീപാവലി സന്തോഷത്തിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ 18% വരുന്നുള്ളൂ. ഇപ്പോൾ ഈ 65% എന്നുള്ളത് വീണ്ടും ഇന്ത്യയായിട്ട് സ്ട്രെങ്ത് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസുകൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ 65% ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അത് മാർക്കറ്റിനെ വീണ്ടും ബാധിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ പോകാം എന്നുള്ളതാണ്. കാരണം നെഗറ്റീവ് ന്യൂസായാലും നമ്മൾ അറിയാൻ പോണത് അത് ഒക്ടോബറൊക്കെ ആവും. അടുത്ത റിസൾട്ടാണ്. അതിപ്പോൾ വളരെ വർത്തമാനം കൂടി റിസൾട്ട് പറയാനെന്താ 29 ആഗസ്റ്റ് ആകെ കൂടി ഇത്രയും റിസൾട്ട് ഇനി ബാക്കിയുള്ളൂ. ഇതിലൊന്നും അങ്ങനെ പ്രധാനപ്പെട്ട റിസൾട്ടൊന്നും നിങ്ങൾക്ക് പറയാൻ മാത്രം പ്രത്യേകിച്ച് ഒരു റിസൾട്ടുകളൊന്നുമില്ല. അപ്പോൾ റിസൾട്ട് ക്ലോസ്ഡ് ആണ് ഓൾറെഡി. റിസൾട്ടൊക്കെ കഴിഞ്ഞ മട്ടം തന്നെയാണ്. ഇനി കുറച്ച് റിസൾട്ടുകളൊക്കെ ഇതും കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകും. പക്ഷേ അതൊന്നും വലിയ പ്രധാനപ്പെട്ട റിസൾട്ടുകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ റിസൾട്ട് കലണ്ടറിനെ കുറിച്ചിട്ടൊക്കെ വിട്ട് കളയാം. പക്ഷേ റിസൾട്ട് കഴിഞ്ഞ് ഒരു ഷഫ്ലിംഗ് ഉണ്ടാവും. ഷഫ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പോർട്ട്ഫോളിയോ ഷഫ്ലിംഗ് ഉണ്ടാവും. ഈ ഷഫ്ലിങ്ങിൽ പല ഷെയർസുകളും റിക്കവറി വരാം അല്ലെങ്കിൽ വരാതിരിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിനെ പോലും ഈ GST മറികടക്കുന്നുണ്ട്. കാരണം GST കുറയ്ക്കുന്നത് ഒരു കമ്പനിക്ക് മാത്രമല്ല എല്ലാ കമ്പനികൾക്കും ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അച്ചീവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഷഫ്ലിംഗ് അത്ര പ്രധാനപ്പെട്ട ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എല്ലാ 3 months. പക്ഷേ അടുത്ത ക്വാർട്ടർ റിസൾട്ടും നന്നാവാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. കാരണം ഈ 18% വരാൻ പോണത് ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 മാസം കഴിയുമ്പോഴേക്കും ഈ മാസത്തെ റിസൾട്ടിൽ തന്നെ ഇത് ബാധിക്കും. കാരണം ഈ 27th ട്രംപ് പറയണത് 27th തൊട്ട് നമുക്ക് ഈ ഇഷ്യൂസ് സ്റ്റാർട്ടാവും നമ്മളെ ടാക്സ്. അപ്പോൾ ബിസിനസ് ഡള്ളാവും എന്നുള്ളത് മാത്രമല്ല, ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് 27-ാം തീയതി ഡെഡ് ലൈൻ, അതല്ല പ്രശ്നം. നമ്മുടെ 27-ാം തീയതി നമ്മുടെ ഡെഡ് ലൈൻ. നമുക്ക് ഒരു പ്രശ്നമില്ല എന്ന് മുന്നേ കൂട്ടി പറഞ്ഞതാണല്ലോ. നമുക്ക് ഇവരെന്ത് ടാക്സ് ഉണ്ടാക്കിയാലും നമുക്കൊരു വിഷയമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും ഇതുപോലെ 25% ടാക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും പ്രൊഡക്റ്റുകൾക്ക് വില കുറയും. മനസ്സിലായ? എല്ലാവരുടെയും പ്രൊഡക്റ്റുകൾക്ക് വില കുറയുമ്പോൾ ഇന്ത്യയിലും വില കുറയ്ക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വില കുറച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഔട്ട് സൈഡിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കള്ളവട്ടി കയറി വരുന്ന പോലെ വരും. അപ്പോൾ മനസ്സിലാക്കിയത് ഗവൺമെൻറ്റിൻ്റെ ഇതൊന്നല്ല, എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ കുറയുന്നതിനും ഇത് കാരണമാവുന്നുണ്ട്, ഡെഫിസിറ്റ് കൂടുന്നതിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ സാധനങ്ങൾ വില കുറയുന്ന ഒപ്പം തന്നെ വേൾഡിലും വില കുറയാൻ സാധ്യതയുണ്ട്. അതും കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂയിലേക്ക് കൊണ്ടുപോകും. അതിന് മുന്നേ കൂട്ടി തന്നെ 18% തന്ന് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവാണ്. ഇത് കുറച്ചും കൂടി ലേറ്റായ കൂടുതൽ മാർക്കറ്റ് ക്രാഷ് വരുമായിരുന്നു. ഇത് ഇത്തിരി നേരത്തെ ചെയ്തുകൊണ്ട് ക്രാഷ് കുറച്ച് കുറയും എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് ആണ്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. എങ്കിൽ തന്നെ ഇതിന് 3 days മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതാണ് ഒരു കാര്യം. 2 സെലക്ട് മീറ്റിങ്ങും അതിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ്സും മാർക്കറ്റിനെ വീണ്ടും നാളെ പോസിറ്റീവ് ആക്കാൻ കാരണമുണ്ടാകും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ബേസിക്കലി 50 പോയിൻ്റ് മാർക്കറ്റ് ഡൗൺ ആണ്. ഒരു 8:30 കഴിയുമ്പോൾ 50 പോയിൻ്റ് ഡൗൺ ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി തന്നെയാണ്. അത് പറയാം. നമ്മളിപ്പോൾ ഒരു ദിവസത്തെ എടുത്താലും ഒരു ദിവസത്തെ ചാർട്ട് എടുത്താലും കാണാം ഏകദേശം
50 പോയിൻ്റ് നമുക്ക് ഡൗൺ ട്രെൻഡ് കാലത്ത് തന്നെ കാണാവുന്നതാണ്. മെയിനായിട്ട് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രിപ്റ്റോയിലുള്ള ഡൗൺ ഗ്രേഡിങ്. അപ്പോൾ ഇതെന്താണെങ്കിൽ വളരെ റീസൺ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഫെഡിൻ്റെ FMCG മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഹാപ്പി ആവില്ല എന്നുള്ളത് നാളത്തെ ബിസിനസ്സായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നലെ തന്നെ പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഡൗ ഒക്കെ വളരെയധികം താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇവിടെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഈവനിങ് വരുന്ന FMCGയുടെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നാളെ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഇന്നേക്കും നാളേക്കും അല്ലെങ്കിൽ ഇന്ന് ഫുള്ളായിട്ടും നെഗറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്യാൻ സാധ്യത. എങ്കിലും നമ്മൾക്ക് മാർക്കറ്റിൽ നെഗറ്റീവ് വരാതിരിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പൊസിഷൻ ബൈ നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരാതിരിക്കാൻ അതിൽ ശ്രദ്ധിക്കുന്ന 2 കൗണ്ടറായിരിക്കും HDFC ബാങ്കും റിലയൻസും. അപ്പോൾ നിങ്ങൾ 2 റിലയൻസിലും HDFCയിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങാനും ഇത് റിക്കവറി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക ഡീപ്പ് ഡൗണിൽ നിന്ന് റിക്കവറികൾക്കുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ താഴത്തുനിന്ന് മുകളിലേക്ക് റിക്കവറികൾ ഒരു വീഴ്ച വരുമ്പോൾ റിക്കവറികൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, താങ്ക് യു.